മനുഷ്യമക്കൾക്ക് ആത്മീയ ഭോജ്യമായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മന്നയായ പൊന്നു തമ്പുരാനെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വരുന്ന നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇടവക കൂട്ടായ്മയെ, പ്രത്യേകിച്ച് മാതൃദിനം ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഞങ്ങളുടെ അമ്മമാരെല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ സഹനത്തിൻ്റെ നീർച്ചാലൊഴുകിക്കൊണ്ട് നടന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ലോകരക്ഷകന് ജന്മം കൊടുത്ത നിമിഷം മുതൽ അവിടുന്ന് കാൽവരിയിൽ മൂന്നാണികളിൽ തൂക്കപ്പെടുന്ന മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ പ്രിയ മകനെ ഗ്രസിക്കുന്ന നിമിഷം വരെയും ആ അമ്മ സഹിച്ച വേദനകളെ ഞങ്ങൾ ഓർക്കുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് ആ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ പദ്ധതിക്ക് തന്നെ വിട്ടുകൊടുത്ത നിമിഷം മുതൽ ആ അമ്മയുടെ ഹൃദയം നിന്നിലായിരുന്നു. ആ അമ്മയുടെ ജീവിതം സ്വർഗത്തിന് സമർപ്പിക്കപ്പെട്ടപ്പോൾ അവൾ സഹനത്തിൻ്റെ കനൽ വഴികളിലൂടെ നടക്കേണ്ടി വന്ന യാത്രകളെ ഞങ്ങൾ സ്മരിക്കുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ആ സഹനത്തിൻ്റെ വഴികളെ അവൾ താണ്ടിയപ്പോൾ ലോകത്തിൻ്റെ സഹരക്ഷകയായി അവൾ ഉയർത്തപ്പെട്ടു. ഈശോനാഥ, ഞങ്ങളുടെ അമ്മമാരെയെല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ അതിനെ അതിജീവിക്കുവാൻ കഴിയാത്ത അനേക അമ്മമാരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിൻ്റെ പദ്ധതി ഏറ്റെടുത്തപ്പോൾ അവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ അമ്മമാർ സഹിക്കുന്ന വേദനകളെ, ദുഃഖങ്ങളെ, ജീവിത പങ്കാളിമാരെ കുറിച്ചുള്ള സങ്കടങ്ങളെ, മക്കളെക്കുറിച്ചുള്ള ആവലാതികളെല്ലാം ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അതൊക്കെയും സ്വർഗത്തിൻ്റെ പദ്ധതിയാണെന്ന് ഓർത്തുകൊണ്ട് അതൊക്കെയും തമ്പുരാനെ സമർപ്പിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങളുടെ അമ്മമാർക്ക് കൊടുക്കണമേ. തളർന്നു പോകല്ലേ അപ്പാ, പതറിപ്പോകല്ലേ അപ്പാ. പലപ്പോഴും ഞങ്ങളുടെ അമ്മമാർ ചിന്തിക്കുന്നുണ്ട്, എന്തിനാ എനിക്കിത്രയും വേദന, എന്തിനാ എനിക്കിത്രയും കഷ്ടത. പ്രിയമുള്ളവരെ, ഓർക്കണമേ, നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന നിന്റെ ഭർത്താവിനെ, നിനക്ക് വളർത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ മക്കളെ കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ചതുപോലെ കണ്ണുനീരുകൊണ്ട് അഭിഷേകം ചെയ്യുവാൻ നിന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന നിന്റെ ഉത്തരവാദിത്വത്തെ നീ ഏറ്റെടുക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയനുറുക്കത്തോടെ ഈ അപ്പൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന് നിന്റെ സങ്കടങ്ങളെ, വേദനകളെ ഈ അപ്പൻ്റെ മുന്നിലേക്ക് പകർന്നു കൊടുക്കുവാൻ തയ്യാറായാൽ ആ നിമിഷം നിന്റെ വേദനകളെ സ്വർഗം ഏറ്റെടുക്കുന്നു. നിന്റെ കുടുംബജീവിതത്തെ സ്വർഗം ഏറ്റെടുക്കുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഇടവകയിലെ എല്ലാ അമ്മമാരെയും, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും, ഞങ്ങളുടെ ആകുലതകളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും, തളർന്നു പോകുന്ന ഒറ്റപ്പെടുന്ന വേദനയുടെ അവസ്ഥകളെയും ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു മനഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.